ചിന്ത ജെറോം എന്ന യുവ ഇടതുപക്ഷ യുവജന പ്രവർത്തക ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. കഴിഞ്ഞ ദിവസം ചിന്ത ജെറോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തെരുവിൽ തെറി വിളിക്കുന്നത് ഒഴിവാക്കാൻ ഡിവൈഎഫ്ഐക്കാരെ ശീലിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷ് പറഞ്ഞത്. ഇതിന് പിന്നാലെ യുവ നേതാവ് മന്ത്രിയായതിൽ സന്തോഷമെന്ന് പറഞ്ഞ ചിന്ത വയനാട്ടിൽ കോൺഗ്രസ് വീട് നിർമ്മിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി ആളെ പറ്റിച്ച പോലെ പറ്റിക്കരുതെന്നാണ് തിരിച്ചടിച്ചത്. ജനീഷിനും ചിന്തയ്ക്കും വയസ്സ് 37 പ്രായം. ജനീഷ് ഇന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ചിന്തയെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ജനീഷിനെ ഉപദേശിക്കാൻ മാത്രം പൊതുപ്രവർത്തക എന്ന നിലയിൽ ചിന്ത ജെറോം വളർന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ പറയുന്നത്. അതിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് വായിച്ചാൽ ഒരുപക്ഷെ ചിന്ത ജെറോം ജനീഷിനെ ചൊറിഞ്ഞതിൽ ഖേദിച്ചു പോകും. അത്രമാത്രം പരിഹാസ്യമായിരുന്നു ആ പോസ്റ്റ്. അതേതാണ്ട് ഇങ്ങനെയാണ്: ജനീഷ് തെരുവിൽ കൂടി സമരം ചെയ്യുമ്പോൾ അച്ഛനില്ലാ നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല. ജനീഷ് പേരിന്റെ ഒപ്പം ഡോക്ടറേറ്റ് എടുക്കാൻ ആരുടെയും വാഴക്കുല കോപ്പി അടിച്ചിട്ട് പിൻവാതിൽ വഴി PhD നേടിയിട്ടില്ല. ജനീഷ് ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി PhD ചെയ്യുന്ന സമയത്ത് സർക്കാരിൽ യുവജനാധ്യക്ഷ പദവിയുടെ 1.5 ലക്ഷം സാലറിയും അതിന്റെ കൂടെ PhD ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന JRF പൈസയും ഒരേ സമയം ഇടത് സർക്കാരിൽ നിന്നും അവിഹിതമായി ഉണ്ടാക്കി എടുത്തിട്ടില്ല. ജനീഷ് യുവജന കമ്മീഷൻ അധ്യക്ഷനായിരുന്ന സമയത്ത് കിട്ടിയ സാലറി പോരാഞ്ഞിട്ട് പുതുക്കിയ സാലറി വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് നടത്താൻ പോയിട്ടില്ല. ജനീഷ് ദിവസം 8,500 രൂപയ്ക്ക് മുകളിൽ ദിവസേന വാടക വരുന്ന സ്റ്റാർ ഹോട്ടലിൽ 1.5 വർഷം കുടുംബവുമായി താമസിച്ചിട്ട് 38 ലക്ഷം രൂപ ബില്ല് സർക്കാരിനെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് അത് ചോദ്യം ചെയ്തപ്പോ മാമന്റെ ഹോട്ടലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടില്ല. ജനീഷ് സ്വന്തം രാജ്യമായ ഇന്ത്യയെ സ്നേഹിക്കുന്നതിന് പകരം ചൈനയോ ക്യൂബയോ ചങ്കിൽ കൊണ്ട് നടന്നിട്ടില്ല. ജനീഷ് ആർക്കെങ്കിലും ചോറ് വാങ്ങിക്കൊടുത്തിട്ട് അതിന്റെ കണക്ക് പറഞ്ഞിട്ട് എവിടെയും അത് കഴിച്ചവരെ അപമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ജനീഷ് ആകുന്നത് അത്രയ്ക്ക് ഈസിയല്ല എന്ന് ചിന്ത ജെറോമിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ. ജനീഷ് മെറിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് 37ാമത്തെ വയസ്സിൽ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രിയായതും ചിന്ത ജെറോം 37 വയസ്സായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് പോലും മത്സരിക്കാൻ പറ്റാതെ തെറി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നതും എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് FB ലേഖനം. കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവും മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷയുമായ ചിന്ത ജെറോമിനെതിരെ വിവിധ ഘട്ടങ്ങളിൽ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വ്യാപകമായ വിമർശനങ്ങളും ലേഖനങ്ങളും വന്നിട്ടുണ്ട്. ഗവേഷണ പ്രബന്ധത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഏറെ നാളായി എയറിലാണ് ചിന്ത നിന്നത്. കേരള സർവകലാശാല നൽകിയ ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. പ്രശസ്തമായ വാഴക്കുല എന്ന കവിതയുടെ രചയിതാവ് ചങ്ങമ്പുഴയാണെന്നറിയാതെ പ്രബന്ധത്തിൽ തെറ്റായി പരാമർശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഗൈഡിന്റെയും സർവകലാശാലയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണിതെന്നും പ്രബന്ധം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു. യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കാലത്ത് മുൻകാല പ്രാബല്യത്തോടെ വലിയൊരു തുക ശമ്പള കുടിശ്ശികയായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതും അത് സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്ത് ഉയർന്ന തുക ആനുകൂല്യമായി ആവശ്യപ്പെട്ടത് പൊതുജനമധ്യത്തിലും രാഷ്ട്രീയ എതിരാളികൾക്കിടയിലും വലിയ ചീത്തപ്പേര് വരുത്തി വെച്ചിട്ടുണ്ട്. കൊല്ലത്തെ ഒരു വലിയ റിസോർട്ടിൽ ദീർഘകാലം വളരെ കുറഞ്ഞ വാടകയ്ക്ക് താമസിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പുറത്താണെന്ന രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്റെ താമസവും വാടകയും തികച്ചും സുതാര്യമാണെന്നായിരുന്നു ചിന്തയുടെ വിശദീകരണം. എല്ലാത്തിനുമപ്പുറം രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും പ്രകടനങ്ങളിലും ഉണ്ടാകുന്ന ചില വിഷയങ്ങളും മുദ്രാവാക്യ വിളികളും പലപ്പോഴും എതിരാളികളുടെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അടുത്തിടെ കൊല്ലത്തുണ്ടായ ഒരു പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിൽ വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നിട്ടും ഡിവൈഎഫ്ഐയുടെ തലപ്പത്ത് ചിന്ത വരുമോ? എന്ത് പറ്റി ഡിവൈഎഫ്ഐക്ക് എന്നാണ് ചോദ്യമുയരുന്നത്.